എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗാർഡനിങ് ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ കളയുന്ന ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൂച്ചെടികൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറായിട്ടും അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് പലർക്കും അറിയില്ല. ആദ്യം നമ്മൾ ഇങ്ങനെ തൊലികളൊക്കെ എടുക്കുക. എല്ലാ തൊലിയും എടുത്തിട്ട് നമുക്കിതൊരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ചെറിയ പീസാക്കുന്നുവോ അത്രയും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 2 ഓറഞ്ചിൻ്റെ തൊലിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അധികം ഓറഞ്ചുകളൊക്കെ വാങ്ങുമ്പോൾ അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒന്നിച്ച് ചെയ്താലും മതി. എന്നിട്ട് നമുക്കിത് ഒരു 3 ദിവസം ഇങ്ങനെ തന്നെ അടച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കുലുക്കി കൊടുക്കണം. അതുപോലെ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് അതിൽ ഫോം ചെയ്യുന്ന ഗ്യാസ് ഒന്ന് കളയാൻ കൂടി വേണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് നല്ല രീതിയിൽ ഫെർമെൻ്റൊക്കെ ചെയ്ത് വരുള്ളൂ. അപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ടൊരു മഞ്ഞ കളറ് നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയിൽ ധാരാളം ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ഈ വെറുതെ കളയുന്നത്. അതൊക്കെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പൂവിടാനും അതുപോലെ കായ്ക്കാനും ഒക്കെയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ചെറിയ ചെടികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യമില്ല ഇതൊന്നും. നമുക്ക് കൂടുതലും പൂക്കാറായ ചെടികൾ, കായ്ക്കാറായ ചെടികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതിനൊക്കെയാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ആവശ്യം വരിക. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്കിങ്ങനെ എടുത്തു മാറ്റാം. അതിൽ നിന്ന് അരിപ്പ് വെച്ച് അരിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാം. എന്നിട്ട് അതിൽ ധാരാളം വെള്ളം ചേർക്കണം. നമ്മളിപ്പോൾ ഒരുപാട് തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 ഇരട്ടി വരെ വെള്ളം ചേർക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു 2-3 ഇരട്ടി നമ്മൾ വെള്ളം ചേർത്താൽ മതിയാവും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ചെടികളുടെ ഇലകൾക്കൊക്കെ സ്പ്രേ ചെയ്യാം. അതുപോലെ കടയ്ക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ഗുണം നമ്മുടെ റോസ്, അതുപോലെ ചെത്തി, ചെമ്പരത്തി, ഹൈഡ്രാഞ്ചിയ പോലത്തെ അസിഡിക് സോയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിനാണ് കൂടുതൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ അതിനൊക്കെയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒരിക്കൽ കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 2-3 തവണ അങ്ങനെ യൂസ് ചെയ്തിട്ട് കളഞ്ഞാൽ മതി തൊലി. അത്രയും നമുക്ക് വളമാക്കിയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പൂച്ചെടികളെയൊക്കെ നശിപ്പിക്കാൻ വരുന്ന ചെറിയ കീടങ്ങളെയൊക്കെ അകറ്റാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അത് ഒരു 1/2 കപ്പോളം ചെറുതാക്കിയിട്ട് പീസാക്കി എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി എടുക്കുക. അതിലേക്ക് നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒരു 3.5 കപ്പോളം ഒഴിക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആ ഒരു കീടബാധയുള്ള ചെടിക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പുകളൊക്കെ വന്നിട്ട് ഇരിക്കില്ലേ, അതൊക്കെ പോവും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ, വെളുത്ത ഈച്ച പോലത്തെ, അതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ വേനൽക്കാല സമയത്ത് ഓറഞ്ചിൻ്റെ തൊലി അധികമൊക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് ഉണക്കിയിട്ട് ഒരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ മുട്ടത്തൊണ്ടും പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി വരുന്ന ആ ഒരു വേസ്റ്റില്ലേ, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു വളമായിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ പുറത്തു നിന്ന് NPK വളങ്ങളൊക്കെ വാങ്ങില്ലേ, അതിന് പകരം അതേ ഒരു എഫക്റ്റ് തന്നെയാണ് ഇത് ഇട്ട് കൊടുത്താലും. അതിനെപ്പറ്റി ഞാൻ പ്രത്യേക ഒരു വീഡിയോ തന്നെ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേര് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പറ്റുന്നവർ അതും ട്രൈ ചെയ്ത് നോക്കുക. അതാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ആഴ്ചയിൽ ഒരിക്കലും ഒരു സ്പൂണൊക്കെ ആ ഒരു മണ്ണ് നീക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുകളിലും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും. ധാരാളം റോസാപ്പൂക്കളൊക്കെ കിട്ടാനായിട്ട് ആ ഒരു NPK വളം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ
അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിക്കാനായിട്ട് ഇനി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ നാളെ കാണാം. താങ്ക്